ചക്ക കൊണ്ട് 100-ലേറെ വിഭവങ്ങൾ തയ്യാറാക്കി ഇളമ്പച്ചി ഗുരു ചന്തുപ്പണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. സ്കൂൾ ആരോഗ്യ ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മേള വിഭവ വൈവിധ്യങ്ങളാൽ ശ്രദ്ധേയമായി. ചക്ക കൊണ്ട് പരമാവധി എത്ര വിഭവങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും? ഏകദേശം 10 വിഭവങ്ങൾ എന്നായിരിക്കും ഒരു ശരാശരി മലയാളിയുടെ മറുപടി. എന്നാൽ ഇളമ്പച്ചി ഗുരു ചന്തുപ്പണിക്കർ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ കണ്ണും പൂട്ടി 60-ലേറെ വിഭവങ്ങൾ ഉണ്ടാക്കാമെന്ന് അവർ പറയും. പറയുക മാത്രമല്ല, അവയൊക്കെ തന്നെയും ഉണ്ടാക്കി രുചിക്കാൻ നമ്മുടെ മുന്നിലേക്ക് വെച്ചു തരികയും ചെയ്യും. വിദ്യാലയത്തിലെ LP മുതൽ ഹൈസ്കൂൾ വരെയുള്ള വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ആരോഗ്യ ക്ലബിന്റെ നേതൃത്വത്തിൽ ചക്ക വിഭവമേള സംഘടിപ്പിച്ചത്. വിഭവങ്ങളും ഉപവിഭവങ്ങളുമായി 100-ലേറെ വ്യത്യസ്ത തരം രുചികളാണ് വിദ്യാർത്ഥികൾ പ്രദർശിപ്പിച്ചത്. വിഭവങ്ങളുടെ ബാഹുല്യം കാഴ്ചക്കാരെയും അധ്യാപകരെയും ഒരുപോലെ വിസ്മയിപ്പിച്ചു. രോഗാതുരമായ കാലഘട്ടത്തെ നേരിടാൻ നാടൻ ഭക്ഷണ രീതിയിലേക്ക് തിരിച്ചുപോകുന്ന മലയാളിയുടെ തീന്മേശകളിൽ ചക്ക വീണ്ടും പ്രതാപം തിരിച്ചുപിടിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ചക്ക വിഭവമേളയുമായി വിദ്യാർത്ഥികൾ എത്തിയത്. ചക്കയുടെ വിവിധ വിഭവങ്ങളെ പരിചയപ്പെടുത്തുന്നതിനൊപ്പം തന്നെ അവയുടെ നിർമ്മാണത്തെക്കുറിച്ചും ഗുണങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികൾ വിശദീകരിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്ന് തയ്യാറാക്കിക്കൊണ്ടുവന്നാണ് മേളയിൽ പ്രദർശനം ഒരുക്കിയത്. വരിക്ക, പഴം, ചക്കകളുടേതായി ഉണ്ണിയപ്പം, എലിശ്ശേരി, അച്ചാർ, ചിപ്സ്, ഹൽവ, പപ്പടം, പായസം, അട, പുഴുക്ക്, വട, ലോലിപോപ്പ്, ഹൽവ, ചക്കയും ചിക്കനും, ചക്കക്കുരു ഷെയ്ക്ക്, ചക്കക്കുരു പക്കാവട, ഐസ്ക്രീം, സ്ക്വാഷ്, ജാം, ലഡു, ഫ്രൈ, ഹൽവ, ചക്കക്കുരു ഫ്രൈ, ചക്കത്തോരൻ, ചക്കക്കുരു പക്കവട, ചക്കയപ്പം, കിണ്ണത്തപ്പം, ചക്ക ബോണ്ട തുടങ്ങി കേട്ടും രുചിച്ചും പരിചയമുള്ള 100ഓളം വിഭവങ്ങൾ മേളയിൽ പ്രദർശിപ്പിച്ചു. വിഭവമേള പ്രധാനാധ്യാപിക TK റീന ഉദ്ഘാടനം ചെയ്തു. നാടൻ വിഭവങ്ങൾ അന്യമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് ചക്ക കൊണ്ടുള്ള വിവിധ വിഭവങ്ങളാക്കി കുഞ്ഞു മക്കളടക്കം അതുകൊണ്ട് നിൽക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യമുണ്ട്, അതിൻ്റെ ഗുണമെന്ത് എന്നൊക്കെ എൻ്റെ മക്കൾ മനസ്സിലാക്കിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അധ്യാപകരായ ഇന്ദിര MK, KV ശ്രീജ, M ബാലകൃഷ്ണൻ, C രമേശൻ, ജയേഷ് K, P നിഷാദ്, A ശാലിനി, സരിത തുടങ്ങിയവർ നേതൃത്വം നൽകി.